യാത്ര പറഞ്ഞ കണ്ടപ്പോഴേ എനിക്കും ഒന്ന് യാത്ര പറഞ്ഞു പോയാ കൊള്ളാം. കൊല കത്തുമ്പോ വാഴ അതിന്റെ അടിയിൽ കൊണ്ട് നട്ടല്ലേ ഇത് വെട്ടിയത്. ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു മോണാട്ടം അവതരിപ്പിക്കാൻ പോണേ. ശങ്കര താമസമെവിടാ പറ വേലയില്ലാതായടാ വർക്കൊണ്ടോടാ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. കിളി പോയി എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ, അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണത് കുറച്ച് ലെവലൊരുക്കായി. എന്തിനാണ് അവരുടെ ഇവിടെ കൊലയിട്ട് വെച്ചെന്ന് പറഞ്ഞാല് ഇരിപ്പണ്ട് എടുക്കട്ടെ. വേണ്ട, ഞാൻ പോകും. ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല അത് നല്ലല്ലേ, അതായത് പുറത്തൊക്കെ പോയി പഠിക്കട്ടെ. പിള്ളേര് പുറത്ത് പോയി പഠിക്കുന്ന ഒരു പുതുമയൊന്നും നല്ലല്ല. ഞാൻ അതിനത്ര മേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത്ര ദൂരമൊന്നും അല്ലല്ലോ, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയല്ലേ. Ladies and gentlemen, please welcome the very talented Sudhir Babu. അദ്ദേഹത്തിന്റെ ഒരു ഗാനം ആലപിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പൊ ആ ഒരു ഗാനം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. കല്യാണം ജൂണില തിരുവോണം നാളില ചെക്കൻ ദുബായില അവനാണ് ലീവില്ല ബ്ലോക്കാണ് വൈറ്റില ഷോർട്ട് കട്ട് വെണ്ണല ആധാരം ബാങ്കില കല്യാണം ജൂണില തിരുവോണം നാളില ചെക്കൻ ദുബായില അവനാണ് ലീവില്ല. അതായിരുന്നു ഒരു പാട്ട്. ഗംഭീരായിരുന്നു. പിന്നെ മാമന്റെ ക്വാളിഫിക്കേഷൻ MBBS അല്ലേ? അല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പല വേദികളിലും പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 10ാം ക്ലാസ് ഫെയിൽഡ് ആയിരുന്നു സ്കൂളിൽ. തീരെ പഠിക്കാൻ മോശമായ ഒരു കുട്ടിയായിരുന്നു. ഞാനൊരു ഷിറോണും. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് 1ാം ക്ലാസ്സിൽ ഒന്നിച്ചാണ് ഷിറോണും ഞാൻ വന്നത്. ഒന്നിച്ച് പഠിച്ച് 4ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ തോറ്റ്. അവൻ അവിടെ നിന്ന് പോയി. അപ്പൊ ഭയങ്കര സങ്കടം. ഇദ്ദേഹം അവൻ പോയല്ല, കൂടെ ഉണ്ടായിരുന്നതാണ്. 7ാം ക്ലാസ്സിൽ വെച്ച് അവൻ തോറ്റ്. 7ൽ ഞാൻ ചെന്ന് അവനും ഞാനൊരു കൂടി 8ലും കയറി. 9ാം ക്ലാസ്സിൽ ചെന്ന് അവിടെ ഞങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ച് തോറ്റ്. ഇത് നന്നായിട്ടൊക്കെ പഠിച്ച് 10ലേക്കായി. അപ്പൊ അന്ന് ഈ പ്രോഗ്രാമിന്റെ സമയമായിരുന്നു, സ്കൂൾ കലോത്സവമൊക്കെ. അപ്പൊ ഒരു ടീച്ചറാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്, കൊച്ചമ്മൻ ടീച്ചർ. പോയി പരീക്ഷ അടുത്ത ആഴ്ച. അപ്പൊ സമയമില്ല. അപ്പൊ ടീച്ചറും ചേട്ടാ ഇനി ഇങ്ങനെ നടന്ന കാര്യമില്ല, പഠിക്കണം, പരീക്ഷ അടുത്തൊക്കെയാണ്, അപ്പൊ പരിപാടിക്ക് കൊണ്ടുപോയി ഇങ്ങനെ ഇതായെന്ന് പറയും. അപ്പൊ ഒരു കാര്യം ഞാൻ ട്യൂഷൻ എടുക്കാം നിങ്ങൾക്ക്, അപ്പൊ കുറച്ച് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ നിനക്ക് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് കൂട്ടിന് വേണ്ടി ആരെങ്കിലും കൂട്ടിക്കോളാൻ പറഞ്ഞ് ഞാൻ ഷിറോണും ഉണ്ട്, കൂടാതെ 8 പേരെയും കൂടി കൂട്ടിന് കൊണ്ടുപോയി പഠിക്കാനായിട്ട്. ടീച്ചറിന്റെ വീട്ടിൽ ട്യൂഷൻ തുടങ്ങി 10 നന്നായിട്ട് പഠിച്ചു ഞങ്ങള്. പക്ഷെ 10ലെ റിസൾട്ട് വന്നപ്പോ ഞാൻ ഷിറോണും വീണ്ടും തോറ്റി. കൂട്ടിന് വന്ന് 8 പേരും ജയിച്ചു. അപ്പൊ ഈ ഷിറോണ് പിൽക്കാലത്ത് കുറെ നാളിനൊക്കെ ശേഷം അവൻ വലിയൊരു കോൺട്രാക്ടർ ഒക്കെ ആയി മാറി. അപ്പൊ അവൻ എന്റെ അടുത്തൊരു ദിവസം എന്റെ വീടിന്റെ പണിക്ക് വന്നപ്പോ പുള്ളി പറയാണ്, എടാ അന്ന് നമ്മ പഠിക്കാൻ നന്നായിട്ടാ, അന്ന് പഠിച്ചിരുന്നെങ്കിൽ അന്നത്തെ കഷ്ടപ്പാടുകൊണ്ട് എവിടെയെങ്കിലും ഒരു ജോലി സർക്കാരെങ്കിലും മേടിക്കും. അപ്പൊ അങ്ങനെ നിനക്ക് ഇങ്ങനെ ആവാൻ പറ്റൂല എന്ന് പറഞ്ഞു. മാമൻ ഇംഗ്ലണ്ടിലും. പക്ഷെ ഇങ്ങടെ വന്നപ്പോഴും മനസ്സിലായത്, ടീച്ചർമാരെന്ന് പറഞ്ഞ് പഠിക്കടാ എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം മനസ്സിലായത് അല്ലേ? അപ്പൊ സന്തോഷം. അപ്പൊ ഞാൻ ഒരു ഗാനം കേട്ടിരുന്നു, ഒരു ആമാശയം. അത് ശ്രീനിവാസന്റെ ഒരു പടത്തിന്റെ സെറ്റ് ചെന്നപ്പോണ് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോ എന്റെ കൂടെ ഉള്ള ചേട്ടൻ പറഞ്ഞ്, എടാ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആമാശയത്തിനൊക്കെ ദോഷം ഉണ്ടാന്ന് പറഞ്ഞു. എനിക്ക് അപ്പൊ തന്നെ ഫസ്റ്റ് വരി കിട്ടാണ് ആമാശയം. പിന്നെ ഞാൻ റൂമിൽ ചെന്നിട്ട് സുഹൃത്ത് ഡോക്ടറുണ്ട്, പുള്ളിയോട് ചോദിച്ചു ചെറുകൂടൽ വൻകൂടലൊക്കെ ഏത് ഭാഗങ്ങളിലായിട്ടാണെന്ന് വെച്ചിട്ട് അത് ഒരു ഡോക്ടറിന്റെ ഒരു ടെച്ചിങ് ഉണ്ടായിരുന്നു. അതൊന്ന് കേട്ടോ കാരണം ചെറുകുടലിൻ ചാലി വൻകുടലിൻ മീതെ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം
ലേശം ചീഞ്ഞതായിരുന്നു തൊണ്ടേ നിറങ്ങിയൊരാപ്പിളി കീടാണുവാണിരുന്നു സായന്ത് മോൻ തിന്നൊരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു തൊണ്ടേ നിറങ്ങിയൊരാപ്പിളി കീടാണുവാണിരുന്നു പിത്താശയക്കല്ലും തേങ്ങി ദഹനരസം കൊണ്ടുവാ രോഗം രോഗം വയറിനുള്ളിൽ കളകളനാദം നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു ആമാശയം. താങ്ക് യു. അപ്പൊ മാമ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ ഒരാളാണ് ശരത് സാർ. അതെ. സംഗതി പോരാ മോനെ എന്നൊക്കെ പിന്നെ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടിയിട്ട് ശ്രീരാഗമോ എന്നുള്ള സാറിന്റെ പാട്ട് എടുത്ത് വെച്ചത് അത് സ്റ്റേജിൽ പോലെ അപൂർവ ആൾക്കാർ പാടാറുള്ളത്. അത്രേ ഉള്ളൂ. അപ്പൊ അത് വലിയ വരികൾ വലിയ മോശമല്ലാത്ത രീതിയിൽ എഴുതിയോണ്ട് സാറിന് അത് ഇഷ്ടപ്പെട്ടു. സാർ അത് കേട്ടത് നന്നായിട്ട് പാടുകയും ചെയ്തു. അതുകൊണ്ടാ പുള്ളി നല്ല കമന്റാ പറഞ്ഞത്. ഞാൻ കണ്ടിരുന്നു അത്. അതൊന്ന് കേട്ടോ. കോളറിൽ കറ കണ്ടു ഞാൻ കറി വീണതാവാൻ സാധ്യത കേശവാനിശയിൽ ചെറുപയറു കറിയുടെ സാമ്പിലോ ചോറു തിന്നാ കൈകൾ ഒന്നു കഴുകിടാനായി സാധ്യമോ കഴുകിടാനായി മോഹം കയ്യിൽ വേസ്റ്റ് പോലും ഇല്ലഹേ ഇനിയുമീ കടകളിൽ കയറാനായി മോഹം ശ്രീരാജുമാ വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാൻ പാൽ പായസം ചോറിന്റെ കൂടെ കറികളും അതിലേറെയായി ആകാന്തമോടെ തിന്നു ഞാൻ വയറിന്റെ ഉള്ളിൽ സ്തംഭനം ഇനി ജോസൽപ്പം മോന്തിട ശ്രീരാജുമാ വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാ സ്വതവേ ഇവനൊരു ഗുരുകുല പഠനവും അധികവും ഉള്ളൊരു ഗോപാലു ഇവനോ ഇന്നലെ വടകര വരതട പ്രോഗ്രാം ഉണ്ടത് കാബൂളിൽ അരവിന്ദ സ്വാമിയുടെ സിനിമേണ്ട അത് കാണുവാനായി വഴിയണ്ട എൻ കയ്യിലോ 10 പൈസയിൽ ആകെ മൊത്തം സീൻ കോൺട്രാ ശങ്കര താമസമെവിടാ പറ വേലയില്ലാതായടാ വർക്കൊണ്ടോടാ ശങ്കര 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 നല്ലൊരു Thank you. മാമന്. ഇനിയേ കുറച്ച് ഗാനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒരുപാട് പാട്ടുണ്ട്. അപ്പൊ ഒരുപാട് പരിപാടിയുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ പാടിയിട്ട് അധികം പേര് ശ്രദ്ധിക്കാണ്ട് പോയൊരു പാട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു കൊച്ചുമിടുക്കി ബമ്പർച്ചിരിയിൽ മനോരമയിൽ വന്നിട്ട് അവള് പാടി ഭയങ്കര ഹിറ്റാക്കിയ പാട്ട്. ഭയങ്കര വൈറലായ പാട്ട്. ആ പാട്ട് ഇതായിരുന്നു. മോന്തയ്ക്ക് കുരുവുണ്ടോ പിടലിക്ക് നീരുണ്ടോ തലയിൽ താരനുണ്ടോ കയ്യിൽ മാന്തുമ്പോ ചൊറിച്ചിലുണ്ടോ കാലിൻ്റെ അടിഭാഗം വിള്ളലുണ്ടോ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടും നേരം കണ്ണിൽ കടിയുണ്ടോ. അതായിരുന്നു ആ പാട്ട്.
പിന്നെ അത് കൂടാണ്ട് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, നമ്മള് എല്ലാവർക്കും മുതിർന്നവർക്ക് അറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എന്താ പറയാ, ചില കാര്യങ്ങൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് സാധിച്ചിരുന്ന പറമ്പുകളിലായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ജോണിക്ക് വെളുപ്പാങ്കാലം എന്ന് പറഞ്ഞൊരു പാട്ട് പാടുന്നു, കൈതപ്രസാദിന്റെ. ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയെത്തേണം, ചുണ്ടത്തൊരു വീടി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം, സ്മൂത്തായി കാര്യം കാണാൻ പഴം രണ്ടു കഴിക്കണം, ഫലം കണ്ടു തുടങ്ങിയിടും. ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയെത്തേണം, ചുണ്ടത്തൊരു വീടി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം, പാല് വിൽക്കണ സോമന വഴി ചുമ്മാതെ നടക്കുമ്പോൾ കുറ്റിക്കാട്ടിലൊളിച്ചിരിക്കണ ജോണിയെ കണ്ടു. പഞ്ചായത്തിലപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ, നോ നോ നോ. പഞ്ചായത്തിലപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ, കാറ്റുമോണ ഫീലതൊന്നും വീട്ടിലില്ലല്ലോ, തൊട്ടാവാടികളും ചൊറിയൻ തുമ്പകളും. അതായിരുന്നു ആ പാട്ട്. പിന്നെ ഒരു പാട്ട് വിജയലക്ഷ്മി, വൈക്കം വിജയലക്ഷ്മി പാടിയൊരു പാട്ടുണ്ടായിരുന്നു. പ്രഭാകര എന്താ പ്രഭാകര, സ്വരം പോയതെന്താ പ്രഭാകര, ശാസ്ത്രീയ സംഗീത ഗായക, നിന്നോട്ടോറിക്ഷയ്ക്കായി വെയിറ്റു ചെയ്യുന്ന തുളസീധരനാണു ഞാൻ, സിംഗർ തുളസീധരനാണു ഞാൻ, സ്വരം പോയതെന്താ പ്രഭാകര. ഇതൊക്കെയാണെങ്കിലും മാമന്റെ സിനിമാറ്റിക് ഡാൻസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എങ്ങനെ അല്ലാതെ അറിയാണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്കണം. ഇല്ല, ഞാൻ പ്രഭുദേവനെ ഞാൻ നേരിട്ട് കണ്ടുള്ള ആളാണ്, പക്ഷെ അതിലും മനോഹരമാണ്. വേറെ കാര്യം കൂടി ഉണ്ട്, കാരണം ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു. എന്റെ 2ാം വിവാഹമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് തന്നെയാണ് പെൺകുട്ടി, UK ഹിന്ദു എന്നാണ് പേര്, ആളിവിടെ വന്നിരിപ്പുണ്ട്. അപ്പൊ മറ്റന്നാൾ ഞങ്ങളുടെ കല്യാണമാണ്. അപ്പൊ അത് വേണോ? മാമന്റെ ഡാൻസ് വേണമല്ലേ? നമുക്ക് പാട്ട് മാത്രം പോരല്ല, നമുക്ക് വേണ്ടി നമ്മള് അപ്പൊ ഒരു കയ്യടി എന്നേക്ക് ഒരു പാട്ട് കൊടുത്ത്. വല്ല കാര്യം ഉണ്ടായിരുന്നു? ആരെങ്കിലും പറഞ്ഞ ഈ പുള്ളിക്ക് വല്ല ഡാൻസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു? ഇവിടെ കിടന്ന് ഈ ഡാൻസ് ഉള്ളുണ്ട്. ഇന്ദുവിനൊന്ന് വിളിക്കാൻ മോളെന്നെ കൊണ്ടുപോകുള്ളൂ. ദയവ് ചെയ്ത് ഇന്ദു വന്ന് ഈ സാധനത്തിനൊന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടെ ഒരുപാട് പരിപാടികളുള്ളതാണ്. ഇന്ദു 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 വേറെ ആരുടെ കൂടെ പോയി? മാമന്റെ അവസ്ഥ ഇതേ. ഇപ്പൊ ഇവിടത്തെ ഒന്ന് ഒഴിവാവണമെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഏതെങ്കിലും ഒരു NTVC കിട്ടുന്നതാടാ മോനെ, ഒരു NTVC കിട്ടുള്ളൂ. കാണാത്തൊരു പെർഫോമൻസ് കാണണമെന്നു പറഞ്ഞവള് കൺമുന്നിൽ ഞാൻ വീണപ്പോ ഓടി മറഞ്ഞേ.